മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ. അതുപോലെ RLV രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, അതിന് വിലയില്ലെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, RLV ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല. RLV പറയുന്നത് അങ്ങനെ ബന്ധമില്ല എന്ന് പറയുമ്പോൾ മുമ്പ് തന്നെ പലപ്പോഴും പലതരത്തിലൊരു അധിക്ഷേപം മേഡം നടത്തിയിട്ടുണ്ട്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നിങ്ങൾ എല്ലാവരും ഒത്തല്ലോ, അതുപോലെ ഞങ്ങൾ ഒക്കും. അതോത്തോ ആരാ ഒക്കുന്നത്? ഇപ്പൊ മേഡത്തോടൊപ്പം നിൽക്കുന്ന മേതിൽ ദേവികയാകട്ടെ, മറ്റു നീന പ്രസാദ് ആവട്ടെ, എല്ലാവരും പറയുന്നുണ്ട് മേഡം പറഞ്ഞത് ശരിയായില്ല എന്ന്. പിന്നെ ആരാ ഒക്കുന്നത്? എനിക്ക് നീന പ്രസാദിന്റെ മേതിൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട, കേട്ടല്ല. ഞങ്ങളാ അവരാ. ഞാൻ ചോദിക്കട്ടെ, നീന പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു? ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ നീന പ്രസാദ് പറഞ്ഞു, മേതിൽ ദേവിക പറഞ്ഞു എന്നൊന്ന് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയണം. ഡോക്ടർ, ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. ഒരാവശ്യമില്ല, എനിക്ക് ഒരു പരിചയമില്ല. ഇല്ല, പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് RLV പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലാ. നല്ല മൂത്തനാണല്ലേ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട്. ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മേഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? എന്റെ വീടാ, മനസ്സിലായില്ല? എന്തോ ആവാം, അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തുമാകാം. സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങളുടെ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? ഒരു പ്രത്യേക സ്വഭാവ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും കേൾക്കണം, മേഡത്തിന് പറയാനുള്ള കേൾക്കണം. പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്കും. അതിന്റെ മറുപടി കേട്ടിട്ട് പോകണം. അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ, കേട്ടിട്ട് പോകാനല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും. ധാർഷ്ട്യത്തോട് പറഞ്ഞാൽ ചോദിക്കും. ഇല്ല, റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കയറ്റൂല എന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാ വന്നേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല. വരണ്ട. പിന്നെ വരും. വരണ്ട ആവശ്യമുണ്ട്. പോയാ താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ച് പൊളിക്കടാ.